മുൻ പ്രധാനമന്ത്രിമാരായ പി.വി. നരസിംഹറാവു, ചൌധരി ചരൺ സിംഗ്, ഹരിത വിപ്ലവത്തിന്റെ പിതാവ് ഡോക്ടർ എം.എസ്. സ്വാമിനാഥൻ എന്നിവർക്ക് ഭാരതരത്ന. നേരത്തെ എൽ.കെ. അദ്വാനിക്കും കർപ്പൂരി താക്കൂറിനും ഭാരതരത്ന പ്രഖ്യാപിച്ചിരുന്നു. ചൌധരി ചരൺ സിംഗിന്റെ ചെറുമകൻ ജയന്ത് ചൌധരി നയിക്കുന്ന ആർ.എൽ.ഡി. എൻ.ഡി.എയിലേക്ക് എന്ന റിപ്പോർട്ടുകൾക്ക് പിന്നാലെയാണ് ചൌധരി ചരൺ സിംഗിന് ഭാരതരത്ന പ്രഖ്യാപിച്ചത്. അതേസമയം ഭാരതരത്നയ്ക്ക് തെരഞ്ഞെടുപ്പുമായി ബന്ധമില്ല എന്ന് കേന്ദ്രമന്ത്രി വി. മുരളീധരൻ പറഞ്ഞു. മുൻ പ്രധാനമന്ത്രിമാരായ പി.വി. നരസിംഹറാവു, ചൌധരി ചരൺ സിംഗ്, കൃഷിശാസ്ത്രജ്ഞൻ ഡോക്ടർ എം.എസ്. സ്വാമിനാഥൻ എന്നിവർക്ക് മരണാനന്തര ബഹുമതിയായാണ് ഭാരതരത്ന പ്രഖ്യാപിച്ചത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി സമൂഹമാധ്യമത്തിലൂടെയാണ് പ്രഖ്യാപനം നടത്തിയത്. 3 പേരുടെയും സംഭാവനകൾ എടുത്തു പറഞ്ഞായിരുന്നു പ്രധാനമന്ത്രിയുടെ സമൂഹമാധ്യമ പോസ്റ്റ്. ഇത്തവണ ഭാരതരത്ന നൽകി രാജ്യം ആദരിച്ചവരുടെ എണ്ണം 5ആയി. നേരത്തെ ബീഹാർ മുൻ മുഖ്യമന്ത്രിയും സോഷ്യലിസ്റ്റ് നേതാവുമായിരുന്ന കർപ്പൂരി ഠാക്കൂറിന് മരണാനന്തര ബഹുമതിയായും ബി.ജെ.പി. നേതാവും മുൻ ഉപപ്രധാനമന്ത്രിയുമായ എൽ.കെ. അദ്വാനിക്കും ഭാരതരത്ന പ്രഖ്യാപിച്ചിരുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തു നിൽക്കെയാണ് ഇത്തവണത്തെ ഭാരതരത്ന പ്രഖ്യാപനം എന്നതും ശ്രദ്ധേയമാണ്. ചരൺ സിംഗിന്റെ കൊച്ചുമകൻ ജയന്ത് ചൌധരി നേതൃത്വം നൽകുന്ന ആർ.എൽ.ഡി. എൻ.ഡി.എ പ്രവേശനം ഏറെക്കുറെ ഉറപ്പിച്ച സമയത്താണ് ഭാരതരത്ന പ്രഖ്യാപനം. ജയന്ത് ചൌധരി ചരൺ സിംഗിന് ഭാരതരത്ന നൽകാനുള്ള തീരുമാനത്തെ സ്വാഗതം ചെയ്തു. നരസിംഹറാവുവിന് ഭാരതരത്ന നൽകാത്തതിൽ കോൺഗ്രസിനെതിരെ കുടുംബം രംഗത്ത് വന്നിരുന്നു. നേരത്തെ കർപ്പൂരി ഠാക്കൂറിന് ഭാരതരത്ന പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് രാഷ്ട്രീയത്തിൽ കർപ്പൂരി ഠാക്കൂറിന്റെ ശിഷ്യനായി കണക്കാക്കുന്ന ബീഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാർ എൻ.ഡി.എയിൽ എത്തിയത്. അതേസമയം രാഷ്ട്രീയം നോക്കിയല്ല മോദി സർക്കാർ ഭാരതരത്ന പ്രഖ്യാപിക്കുന്നതെന്ന് കേന്ദ്രമന്ത്രി വി. മുരളീധരൻ പറഞ്ഞു. ഇവർക്കെല്ലാവർക്കും ഭാരതരത്ന കൊടുക്കാൻ നരേന്ദ്രമോദി സർക്കാർ തീരുമാനമെടുത്തു എന്നുള്ളത് തന്നെ നരേന്ദ്രമോദി സർക്കാർ ഇതുപോലെയുള്ള കാര്യങ്ങൾ തീരുമാനിക്കുന്നത് അവരുടെ രാഷ്ട്രീയ ചായ്വ് നോക്കിയിട്ടല്ല, അവരേത് സംസ്ഥാനത്തു നിന്ന് ജനിച്ചതാണെന്ന് നോക്കിയിട്ടല്ല, പകരം അവരർഹിക്കുന്നവരാണ് എന്നുള്ളതുകൊണ്ടാണ്. വെല്ലുവിളി നിറഞ്ഞ സമയങ്ങളിൽ രാജ്യത്തെ കാർഷിക മേഖലയിൽ സ്വയം പര്യാപ്തത കൈവരിക്കാൻ നിർണായക പങ്കുവഹിച്ച ഡോക്ടർ എം.എസ്. സ്വാമിനാഥന് ഭാരതരത്ന ലഭിക്കുമ്പോൾ അത് മലയാളികൾക്ക് അഭിമാനമാണ്. കേരളത്തിൽ വേരുകളുള്ള തമിഴ്നാട് മുൻ മുഖ്യമന്ത്രി എം.ജി.ആറിന് ശേഷം ഭാരതരത്ന നേട്ടത്തിലൂടെ എം.എസ്. സ്വാമിനാഥൻ കേരളത്തെയും ഭാരതരത്ന പട്ടികയിലെത്തിച്ചു. അമൃത ന്യൂസ്, ന്യൂഡൽഹി.